ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസ്ട്രേലിയൻ സഫാരി. അപ്പം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ കൊടൈക്കനാൽ. അപ്പം നമ്മൾ മാത്രമല്ല, നമ്മുടെ ഹോൾ ഫാമിലി ഉണ്ട്. അപ്പം യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിയാണ് കാണാം. ഓക്കെ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഷെറിനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ബിജുവാണ് കംപ്ലീറ്റും കൺട്രോൾ ചെയ്യുന്നത്. ബിജു ഇല്ലാതെ ഒരു പരിപാടിയില്ല നമുക്ക്. പ്രൊഡക്ഷൻ കൺട്രോൾ നമ്മുടെ ബ്രദർ, നമ്മുടെ അലീനക്കുട്ടിയാണ്. പ്രിയയുടെ മമ്മിയാണ്. ഇത് പ്രിയയുടെ പപ്പ. ഇത് ഞങ്ങളെ മുത്തുക്കുട്ടിയാണ്, കൊച്ചുമോടെ മോളാണ്. ഇത് മണിക്കുട്ടി. ഇതാണ് കൊച്ചുമോന്റെ സാധനം. എന്റെ ചേച്ചിയും കൊച്ചുമോളും കൂടി ആയിരിക്കുന്നത്. പ്രിയ ഒറ്റയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ അവിടെ ചെല്ലും. വിനോദ് മോനാണ്. വിനോദം ഇവിടെ ഇരിപ്പുണ്ട്. അത് കൊച്ചുമോടെ ഹസ്ബൻഡാണ്. അപ്പൊ എല്ലാരെയും പരിചയപ്പെട്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാനും പ്രിയ ഏറ്റവും ബാക്ക് സീറ്റിലാണ്. ഞങ്ങള് റാന്നി വഴി എരുമേലി അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളൽ നടക്കുന്ന എരുമേലിയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രവും വാവരി പള്ളിയും. ഞാൻ ചോദിച്ചു, ഒരു ഉമ്മ കൊടുത്താടാ, ഒരു ഉമ്മ കൊടുത്തിട്ട് പോയി. ചേട്ടൻ അവിടെ ഫ്രണ്ട് ഇരുന്നിട്ട് ഇരിക്കപ്രതിയില്ല. എന്റെ ചേച്ചി ഇപ്പുറത്താ, ഞങ്ങളുടെ ഫ്രണ്ടിലാ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിപ്പെരിയാറിലെത്തിയിരിക്കുകയാണ്. പട്ടാളക്കാരന്റെ തട്ടുകട. വിനോദിന്റെ വലിയൊരു ആഗ്രഹമാണ് കൊച്ചുമോളോട് ടൂറിന് പോകണമെന്ന്. കല്യാണം കഴിച്ചപ്പോ പോലെ അവന്റെ ഒരു ആഗ്രഹമാണ്. ഇരിക്കടാ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വെളുപ്പിനെ 3:30 കൊടൈക്കനാലിലെത്തി. ഈ സ്റ്റേയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പം രാവിലെ നമ്മൾ കറങ്ങാൻ പോവാണ്. കുഴപ്പമില്ല, തണുപ്പുണ്ട്, എന്നാലും സഹിക്കാം. എങ്ങോട്ടാ പോകുന്നത് രാവിലെ? രാവിലെ നമ്മൾ രാമം, ഗുണാക്കേവ്, ഇതിനെല്ലാം ഷെറിന്റെ കയ്യിലാണ്. രാവിലെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി. ഞങ്ങളൊരു ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടാക്കി തരികയാണ്. അടിപൊളിയായിട്ടുണ്ട്. നല്ല പളനി ടെമ്പിൾ വ്യൂ പോയിന്റിലോട്ട് കാണാൻ. അപ്പം നമ്മൾ ദൂരെ കാണുന്നതാണ് പളനിമല. ആണോ? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ സമന്മാരെല്ലാരും ഉണ്ട്. നമ്മുടെ കൊച്ചുമോനെ മാത്രം കാണുന്നില്ല, എന്തിയെന്ന് അറിയത്തില്ല. ഞങ്ങൾ കൊടൈക്കനാലിലെ സ്കൂളും കണ്ടു. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കളിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ബ്രേക്ക് ടൈം ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മളിപ്പോൾ വന്നത് ബോയിർ പോയിന്റ് ആണ്. പക്ഷെങ്കിൽ ഭയങ്കര മഞ്ഞാണ്, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഗുണാക്കേവിൽ കയറാൻ വേണ്ടി 10 രൂപയാണ് എൻട്രൻസ് ഫീ. അപ്പം ഇഷ്ടം പോലെ ആൾക്കാരാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ സീസൺ അല്ലെങ്കിൽ നോക്കിയേ, എന്തോ ജനമാണെന്ന് നോക്കിയേ. ഗുണാക്കേവ് ഒറിജിനൽ ഇതാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിക്കാം. ഇതാണ്.
ഇതാണ്. ഇതും ഒരു കേവാണ്. ഗുണ കേവിൻ്റെ ഒരു ഭാഗമാണിത്. പ്രിയ കയറി പോവാ. ഇവന്മാരെ സൂക്ഷിക്കണം കേട്ടോ. മൊബൈൽ മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. നീ കയറാൻ പോവാണോ? എന്തിന്? ഞങ്ങള് കൊടൈക്കനാലിൽ നിന്ന് ഞങ്ങൾ വാഗമണ്ണ് പോവുമായിരുന്നു. അന്നേരമാണ് ഇത് കണ്ടത്. കാട്ടുപോത്തിന് രണ്ടെണ്ണം ഉണ്ട്. എല്ലാരും എത്ര കിലോ കാണും നോക്കിയേ. ഉറക്കെ പറഞ്ഞേ. ഹലോ, എന്റെ കെട്ടിയന്റെ കാലൊടിക്കല്ലേ? കെട്ടിയാന്റെ കാലൊടിക്കല്ലെന്ന് ആവശ്യമുള്ളതാണ്. മുല്ലപ്പൂ വേണമെന്ന് പിള്ളേർക്ക്. ഇപ്പം തമിഴ്നാട്ടിൽ വന്നു. അപ്പം മുല്ലപ്പൂ മേടിച്ചു. വേണ്ട, പ്രിയയുടെ ഒരു ആഗ്രഹം മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പ് കഴിഞ്ഞ് വാഗമണ്ണിലോട്ട് പോവുകയാണ്. ബിജുവേ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഓക്കെ. എന്താണ് സാമാ മുത്തേ? മമ്മി ചിരിച്ചു. അലിനെ കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നടി? എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും എൻജോയ് ചെയ്തില്ലോടി? അടിച്ചു പൊളിച്ചു. അമ്മേ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. ആണോ? അകത്ത് വിനോദേ അടിപൊളിയായിരുന്നു. ഓക്കെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി, ഭയങ്കര മഞ്ഞാണ്. നല്ല രസമുണ്ട്, കാണാൻ നല്ല രസമാണ്. അങ്ങനെ നമ്മുടെ ടൂറൊക്കെ അതിൻ്റെ ലാസ്റ്റ് നിമിഷങ്ങളിലേക്ക് നമുക്ക് കിടക്കുകയാണ്. നമ്മൾ അടിപൊളി 2 ദിവസത്തെ ഫാമിലി ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക്